എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ലേഹ്യമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ലേഹ്യം തയ്യാറാക്കുന്നത് വളരെ വീടുകളിൽ പിന്നെ വൈദ്യന്മാരെയൊക്കെ വിളിച്ചൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇതൊക്കെ തയ്യാറാക്കാൻ നമുക്കിപ്പം ഒരുമാതിരിയൊക്കെ അറിയാം. പിന്നെ ഇത് എന്ന് പറയുന്നത് ഞാൻ തയ്യാറാക്കുന്ന ലേഹ്യം എന്ന് പറയുന്നത് ശരീരം നല്ലതുപോലെ മെലിഞ്ഞവർക്കും പിന്നെ രക്തക്കുറവൊക്കെ ഉള്ളവർക്കും വയറിന് പ്രശ്നമുള്ളവർക്കും ഒക്കെ കഴിക്കാൻ നല്ല ഒരു ലേഹ്യമാണ്. നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. കരിപ്പട്ടി ഒരു 2.5 കിലോ കരിപ്പട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊന്ന് വെള്ളം ചേർത്ത് ഉരുക്കി എടുത്തിട്ടുണ്ട്. ആ കരിപ്പൊട്ടി ഇതിലേക്ക് അരിച്ച് ചേർത്തിട്ടുണ്ട്. ഈ കരിപ്പൊട്ടി ഇതിലേക്ക് നല്ലൊരു ഉരുളി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴാണ് പിന്നീട് ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. ഞാനിതിലേക്ക് ലേഹ്യത്തിനായി എടുത്തിരിക്കുന്നത് ബീട്രൂട്ട്, ക്യാരറ്റ്, നെല്ലിക്ക, ഇത് 3മാണ്. ബീട്രൂട്ടും ക്യാരറ്റും നെല്ലിക്കായും നല്ലതുപോലെ ഒന്ന് വേവിച്ച് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നെല്ലിക്ക ആവി കയറ്റി എടുത്തിട്ടാണ് മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിരിക്കുന്നത്. ഈ ബീട്രൂട്ടും ക്യാരറ്റും നെല്ലിക്കായും കൂടെ ചേർത്ത് ഞാനിത് ഒരുമിച്ച് അങ്ങ് അരച്ചെടുക്കുകയായിരുന്നു. എല്ലാം കൂടെ മിക്സാക്കി സെപ്പറേറ്റ് അരയ്ക്കണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം. ഞാനിത് ഒരുമിച്ച് ഒരുപോലെ അങ്ങ് എല്ലാം കൂടെ മിക്സ് ചെയ്തങ്ങ് അരച്ചെടുത്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ 2 പേര് ചേർന്നെങ്കിൽ ഈ ഒരു ലേഹ്യം ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ. പെട്ടെന്ന് അങ്ങനെ എളുപ്പം തയ്യാറാക്കാമെന്ന് വിചാരിക്കരുത്. കാരണം തയ്യാറായിട്ട് വരണേ കുറച്ച് സമയമെടുക്കും. ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ലേഹ്യം ഇവിടെ തയ്യാറാക്കിയത്. പിന്നെ ഈ ലേഹ്യം ഞാനും എൻ്റെ ഹസ്ബൻഡും ചേർന്നാണ് തയ്യാറാക്കിയത്. ഇതിലേക്ക് നമ്മൾ ആ ഒരു അരച്ച് വെച്ചിരുന്ന ആ ഒരു ക്യാരറ്റും ബീട്രൂട്ടും നെല്ലിക്കായും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ അടിക്കൊക്കെ പറ്റാതെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് കുറേ നേരം ഇളക്കി കൊടുത്താലേ പറ്റുകയുള്ളൂ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരിങ്ങയാണ്. കറുത്ത സൈസിലെ മുന്തിരിങ്ങ ഉണ്ടല്ലോ, അത് കഴുകിയെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഉണക്കമുന്തിരി നല്ലതാണ്. ബ്ലഡ് വയ്ക്കാനും അതുപോലെ വയറ്റിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനൊക്കെ വളരെ നല്ലതാണ് ഈ ഉണക്കമുന്തിരി. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആനച്ചൂടി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമുണ്ട്. ആനച്ചൂടി പലർക്കും ഇതിനെപ്പറ്റി അറിയാം. ഈ ആനച്ചൂടി അതിൻ്റെ വേര് എടുത്തതിന് ശേഷം അതൊന്ന് കുറച്ച് ഏറെ വേരെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സിയിലേക്ക് ഒന്നിട്ട് അടിച്ച് ആദ്യം കുക്കറിലൊന്ന് വേവിച്ചു. അതിനുശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തു. അതിൻ്റെ ആ വേരിൻ്റെ നീര് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വിട്ടുപോയി, ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇത് ചേർത്ത് കൊടുത്താൽ, അതൊക്കെ ലഭ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ, അതൊക്കെ ഓപ്ഷണലാണ്. ഞാൻ ഇവിടെ നമുക്കുണ്ടായിരുന്നത് കൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. കാരണം കുടലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനും ദഹന പ്രശ്നങ്ങളൊക്കെ മാറാനും ഈ ഒരു ആനച്ചൂടി നല്ലതാണ്. അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. ഓപ്ഷണലാണ്. പിന്നീട് നമ്മൾ ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ 2 പേരും ചേർന്ന് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താ ഈ പരുവമായി. പിന്നെ ഞങ്ങൾ ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഒരു 300 ഗ്രാം നെയ്യാണ് മേടിച്ചിരിക്കുന്നത്. ഈ
300 ഗ്രാമും ഒരുമിച്ച് ചേർക്കണ്ട, കുറച്ചായിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നെയ്യൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കേണ്ടതായിട്ടുണ്ട്. കാരണം പിന്നീടാണ് ഇത് പൊട്ടിത്തെറിക്കും. എന്ന് വെച്ചാൽ ഇത് അങ്ങ് കുമ്പളയായിട്ട് നല്ലതുപോലെ പൊട്ടിത്തെറിക്കും. പക്ഷേ നമ്മൾ ഇളക്ക് വിടാൻ പാടില്ല, നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് നമുക്ക് ഈ ഒരു ലേഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ ശരീരം പെട്ടെന്ന് മെലിയുകയുണ്ടായി. പിന്നെ നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു. പിന്നെ വയറിന് കുറേ പ്രശ്നങ്ങൾ അങ്ങനെ ആയപ്പോഴാണ് ഞങ്ങൾ ഈ ലേഹ്യം തയ്യാറാക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ ഈ ലേഹ്യം തയ്യാറാക്കാനുള്ള സാധനം കൊണ്ടുവരികയും തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇത് പലർക്കും ഇത് ഉപകാരപ്പെടും. നമ്മുടെ വീട്ടിൽ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കാമല്ലോ. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ലേഹ്യം എത്രത്തോളം നമ്മൾ ഇതിൽ ചേരുവകളൊക്കെ ഉണ്ടായിരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു പേര് പറഞ്ഞ് മേടിക്കുന്നു എന്നല്ലാതെ നമുക്കതിൽ കറക്റ്റ് ചേരുവകളോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൃത്യമായി നമ്മൾ ചേർക്കുന്നത് പോലെ ചേർക്കുമെന്നോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന ഇച്ചിരി കഷ്ടപ്പാടാണെങ്കിൽ നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാം. എൻ്റെ ഹസ്ബൻഡ് ഇത് ഒരുപാട് കഷ്ടപ്പെട്ടു. ശരിക്കും ഇത് ഇളക്കി ഒരു പരുവമായി എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഇത് നമുക്ക് ഉപകാരപ്പെടുമെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഞാനിപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങളെയും കൂടെ പങ്കുവെച്ച് നിങ്ങൾക്ക് കൂടെ പ്രയോജനപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പം പാകം ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. നമ്മൾ നെയ്യൊക്കെ ഇനി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ എന്നെയും കൂടെ മാറി വിളിക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കാനായിട്ട്, കൈമാറി ഇളക്കാൻ. ഞാൻ വന്ന് ഇളക്ക് തുടങ്ങി. കൈമാറി ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുകപ്പട്ട, പിന്നെ ചുക്ക്, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം കൂടെ ചെറുതായി ഒന്ന് ചൂടാക്കി മിക്സിയിലിട്ട് പൊടിച്ചതാണ്. അത് ഞാനിത് ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനൊരു ഫ്ലേവറൊക്കെ കിട്ടി നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ തോന്നണ്ടേ, അതിന് വേണ്ടിയാണ് കേട്ടോ. അത് നന്നായി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി യോജിപ്പിക്കണം എല്ലായിടത്തും പറ്റാനായിട്ട്. ഈ വീഡിയോയിൽ എന്നെ കാണിക്കുന്നുണ്ട് ഞാൻ നല്ല ക്ഷീണിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പം എൻ്റെ ക്ഷീണം നിങ്ങൾക്ക് കാണാം. എൻ്റെ വീഡിയോയിലൊക്കെ എന്നെ നേരത്തെ കണ്ടിട്ടുള്ളവർക്കും എൻ്റെ റീൽസൊക്കെ കാണുന്നവർക്കും ഒക്കെ അറിയാം. ഞാൻ അത്യാവശ്യം വലിയ വണ്ണമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ആരോഗ്യമായിട്ട് ഇരുന്നതാണ്. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായത്. ശരീരം മെലിയുകയും വെയിറ്റ് കുറയുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ലേഹ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാനിത് കാണിക്കുന്നത് എൻ്റെ ഫേസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്ഷീണമുണ്ടെന്ന് മനസ്സിലാവും. അപ്പം ഇളക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഈ ഇളക്കം ഓർത്താരും ലേഹ്യം ഉണ്ടാക്കാതിരിക്കണ്ട. ഉറപ്പായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക. കാരണം കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും കഴിക്കാം. ഇത് കരിപ്പൊട്ടി വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാ എൻ്റെ ഫേസ് കണ്ടോ, എന്നെ ക്ഷീണമുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ക്യാമറ എൻ്റെ മുഖത്തോട്ട് തിരിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ഫുൾ ഭാഗം എടുത്തിട്ടില്ല. അപ്പോൾ ലേഹ്യം ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് തയ്യാറായിട്ടുണ്ടെന്ന് പറയാം. കുറച്ച് നേരം കൂടി തീയിലിരിക്കണം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ എല്ലാവരും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് തരണം. നല്ല നല്ല ഇൻഫോർമേറ്റീവായ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. പിന്നെ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ക്ഷീണമുള്ളവർക്കൊക്കെ ആണെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കിയൊക്കെ നോക്കുക. എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. എല്ലാവരും സപ്പോർട്ട് തരണം. ലൈക്ക് ചെയ്യണം, ഉറപ്പായിട്ടും ലൈക്ക് അടിക്കണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് തരിക. വീട്ടിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കുക. മെലിഞ്ഞവരൊക്കെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക.
അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹം മാത്രം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് തരണം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.